ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, പക്ഷേ ചെറിയൊരു വേദന. നല്ല വേദനയുണ്ട്. കാരണം നമ്മുടെ തടി ഇത്തിരി സ്വല്പം കൂടുതലാണ്. അപ്പോൾ എക്സസൈസ് ചെയ്യണം. ഇവിടെ ഓടാൻ പോകുന്നത് ഗൈസ്. ഈ ഡ്രസ്സ് ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇടുന്ന ഡ്രസ്സാണ്. എൻ്റെ നിത്യം എന്ന് പറഞ്ഞാൽ വീട്ടിലിടുന്ന ഡ്രസ്സ് ഇന്നത്തെ വേറെയാണ്. അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞ് നേരെ ഇടുന്നത് ഈ ഡ്രസ്സ് എടുത്ത് ഇടാൻ വേണ്ടിയിട്ടാണ്. എനിക്കൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആയിരുന്നു. ഞാൻ കുളി കഴിഞ്ഞ് മുറിയിലേക്ക് നടന്ന് അലമാരയിൽ നിന്ന് നല്ലൊരു ഡ്രസ്സ് എടുത്ത് ഞാൻ ഇട്ടിട്ടൊക്കെയാണിത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സ് ഇടും. അപ്പോൾ ഇത് ഞാൻ തന്നെ വാഷ് ചെയ്യും. ഇത് കുറച്ച് കഴിഞ്ഞ് ഇത് ഊരും. എന്നിട്ട് വീട്ടിൽ ഇടുന്ന ഡ്രസ്സ് ഇടും. അപ്പോൾ ഇത് ഞാൻ വാഷ് ചെയ്യാനായിട്ട് അതിൽ ഇടും. ഗൈസ്, ഇന്ന് മുതൽ ശരിക്കും പറയാണ്, ഇന്ന് മുതൽ ഞാൻ നല്ല രീതിയിൽ ഡയറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഡയറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇനി മുതലുള്ള എല്ലാ കാര്യങ്ങളും ഇനി കൺട്രോളിലായിരിക്കും. അപ്പോൾ ഞാൻ ഇനി ഡയറ്റിങ്ങിലായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് മുതൽ ഞാൻ നല്ല രീതിയിൽ ഡയറ്റിങ് ചെയ്യും. അപ്പോൾ ഞാൻ
തുടക്കം വയ്ക്കാൻ പോവാണ്. തുടക്കം വയ്ക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഉടൻ പോവാണ്. ഓട്ടം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. ഓട്ടം നല്ല രീതിയിൽ വൈകാണ്ടാവണ വരെ എന്ന് പറഞ്ഞാൽ വയർത്ത് ഒഴിക്കണ വരെ ഓടണം. ഇങ്ങനെ ഒരുപാട് അതിൽ ഡയറ്റുകൾ ചെയ്യാനും ശ്രദ്ധിച്ച് ചെയ്യാനും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്നിനും ഓടുക, അതല്ലെങ്കിൽ നടക്കുക. നമ്മൾ ഫുൾ ടൈം ഓടി കഴിഞ്ഞാൽ അതിൻ്റെ എന്ത് സംഭവിക്കും, മോശം രീതിയിൽ പ്രവർത്തിക്കും. അപ്പോൾ കുറച്ച് നേരം ഓടണം, പിന്നെ കുറച്ച് നേരം നടക്കണം, പിന്നെ വീണ്ടും കുറച്ച് നേരം ഓടണം, പിന്നെ വീണ്ടും കുറച്ച് നേരം നടക്കണം. ഞാനിങ്ങനെ ഡയറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചതിൻ്റെ കാരണം എനിക്ക് അല്പം മുമ്പ് ഒരു വേദന അനുഭവപ്പെട്ടു. അങ്ങനെ അനുഭവപ്പെട്ടപ്പോഴാണ് അത് എനിക്ക് സ്ഥിരം ഉണ്ടാകാറുള്ളതാണ്. അങ്ങനെയൊരു വേദന ഇവിടെ ആ വേദന എനിക്ക് ചില സമയത്ത് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന് മുതൽ ഡയറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പം ഞാൻ ഡയറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ഞാൻ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ വൃത്തിയായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. താടിയൊക്കെ നല്ല രീതിയിൽ കട്ടത്താടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനത് ചെയ്ത് ഞാൻ ഈ ലെവലിൽ ആക്കി. അപ്പോൾ ഇത് ഞാൻ താടിയൊക്കെ നല്ല രീതിയിൽ ഡ്രിമ്മർ വെച്ച് ചെയ്യില്ലേ, അതുപോലെ ഞാൻ താടി ഞാൻ അപ്പുറത്തും നല്ല രീതിയിൽ വെടിപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റൈല് ഞാൻ തന്നെയാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഞാൻ താടി ഇങ്ങനെ വെട്ടി ഇതുപോലെ ഒരു ഷേപ്പ് ആക്കി മാറ്റി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ അതിന് നേരെ എന്താ കാരണം നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി വിടാം. ഇഷ്ടപ്പെട്ട കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ഇതിന് നേരെ എനിക്ക് ഈ ഒരു സ്റ്റൈല് ഇഷ്ടമായി എന്ന് പറഞ്ഞ് കമന്റ് ബോക്സിൽ എഴുതി വിടാം. ഈ സ്റ്റൈല് ഇഷ്ടപ്പെട്ടവരുണ്ടാവും, ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മറുപടി കമന്റ് ബോക്സിൽ ഒന്ന് എഴുതി വിടാം.
ഈ സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചാനൽ വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ എഴുതി വിടാം. നിങ്ങൾക്ക് ഇതിഷ്ടമായി, എനിക്കിതിഷ്ടമായി എന്ന് എഴുതി വിടാം. നിങ്ങൾ മറുപടി എന്താണോ അത് എഴുതി വിടാം. പിന്നെ ഇഷ്ടപ്പെട്ടിട്ട് ഇല്ലെങ്കിൽ അത് അതിൻ്റെ മറുപടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി വിടാം. എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് എഴുതി വിടുക. അപ്പം മറക്കാണ്ട് ഇത് ചെയ്യുക. പിന്നെ ഓടാണെങ്കിൽ ഇവിടെ നടക്കാണ്. കുട്ടികളെ കടിച്ചിട്ടുള്ള സംശയമുണ്ട്. കാലിനൊരു മുറിവ് കാണുന്നുണ്ട്. എട്ടിക്കാലിയാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ചെരുപ്പ് പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ എട്ടുകാലി ഉണ്ടായിരുന്നു സംശയം ഉണ്ടെന്ന് തോന്നി. അപ്പോൾ ഞാൻ ചെരുപ്പ് കാണുമെന്ന് റിമൂവ് ചെയ്തപ്പോൾ ഒരു എട്ടുകാലി പുറത്തേക്ക് കടി. അപ്പോൾ എട്ടുകാലി കടിച്ചു കഴിഞ്ഞാൽ എന്നറിയില്ല. കാലിനൊരു മുറിവുണ്ട്. ഇനി എന്താണ് റിയാക്ഷൻ എനിക്കറിയില്ല. നമുക്ക് വരുന്ന വഴിയിൽ വെച്ച് കാണാം. അപ്പോൾ എന്തായാലും വ്ളോഗ് ഞാൻ കണ്ടിന്യൂ ആയിട്ട് എല്ലാ ദിവസവും ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ നമുക്കൊരു ഭയം വേണ്ട. വ്ളോഗിലൊരു മുടക്കം ഉണ്ടാവില്ല. എല്ലാ ദിവസവും എൻ്റെ വ്ളോഗ് എന്തായാലും ഉണ്ടാവും.